നമസ്കാരം. ലോകമുറ്റുനോക്കുന്ന ഇസ്ലാമാബാദ് സമാധാന ചർച്ചകളിൽ പതിവ് ശൈലിയിൽ വെടിപൊട്ടിക്കുകയായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ നിർണായക ഘട്ടത്തിൽ നിൽക്കെ ഇറാന്റെ പേരെടുത്ത് പറയാതെ നടത്തിയ ട്രംപിന്റെ പ്രസ്താവന ഇറാനെ ചൊടിപ്പിക്കുന്നതായിരുന്നു. ഞങ്ങൾ ആ രാജ്യത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തി കഴിഞ്ഞു. ചിലപ്പോൾ അവർ ആ കരാർ ഉണ്ടാക്കിയേക്കാം, ചിലപ്പോൾ ഉണ്ടാക്കണമെന്നില്ല. എന്നാൽ ഞങ്ങൾക്ക് അതൊരു വിഷയമല്ല, ഞങ്ങൾ വിജയിക്കും എന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. സമാധാന ചർച്ചകൾ പുരോഗമിക്കവെയാണ് ട്രംപ് വിജയപ്രഖ്യാപനം നടത്തിയത്. ചർച്ചകൾ ഇന്ന് തുടരാനാണ് ഇരു വിഭാഗത്തിൻ്റെയും തീരുമാനം. ഞായറാഴ്ച ദിനമായ ഇന്നും നിർണായക ചർച്ചകൾ നടക്കും. US ഇറാൻ ചർച്ച നിർണായക ഘട്ടത്തിലേക്ക് കടന്നെന്ന് സൂചിപ്പിക്കുന്നതാണ് അൽ ജസീറയുടെ റിപ്പോർട്ടും. മൊത്തത്തിൽ ചർച്ച ശുഭസൂചന നൽകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഹോർമൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇനിയും തീരുമാനമായിട്ടില്ലെന്നാണ് നിഗമനം. ഇറാന് സ്വീകാര്യമല്ലാത്ത കാര്യങ്ങൾ US ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതുവരെയും ചർച്ചയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വിശദീകരണമൊന്നും പുറത്തു വന്നിട്ടില്ല. ചർച്ചകളിൽ ഇന്ന് തീരുമാനമുണ്ടാകുമോ എന്നതിൽ വ്യക്തതയില്ല. US വൈസ് പ്രസിഡന്റ് JD വാൻസ് 24 മണിക്കൂർ മാത്രമേ പാകിസ്ഥാനിൽ ചെലവഴിക്കൂ എന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ അതിൽ മാറ്റം വരുമോ എന്നതിലും വ്യക്തതയില്ല. അതേസമയം ടെഹ്റാനിൽ നിന്ന് 3 വിമാനങ്ങൾ പാകിസ്ഥാനിലെ നൂർഖാൻ വ്യോമതാവളത്തിലെത്തി. കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിലാണ് 3 വിമാനങ്ങളും എത്തിയത്. എന്നാൽ എന്തിനാണ് ഈ വിമാനങ്ങൾ പാകിസ്ഥാനിൽ എത്തിയത് എന്നതിൽ വ്യക്തതയില്ല. മെഹ്റാബാദ് എയർപോർട്ടിൽ നിന്നാണ് വിമാനങ്ങൾ പറന്നുയർന്നത്. അതേസമയം ഇറാനെതിരായ പോരാട്ടം തുടരുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നു. എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കൂടാതെ തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാനെയും അദ്ദേഹം വിമർശിച്ചു. ഇറാന്റെ ഭീകര ഭരണകൂടത്തിനെതിരെ പോരാട്ടം തുടരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ കുർദിഷ് പൗരന്മാരുടെ കൂട്ടക്കൊലകൾക്ക് ഉത്തരവാദിയായ തയ്യിബ് എർദോഗാനെയും അദ്ദേഹം കുറ്റപ്പെടുത്തി. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇരു രാജ്യങ്ങളിലെയും ഉന്നത തലത്തിലുള്ള നേതാക്കൾ ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിലാണ് ഈ ചരിത്ര സംഗമം നടക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് എന്നിവരാണ് ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അമേരിക്കൻ സംഘത്തിൽ സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവരുടെ സാന്നിധ്യം ചർച്ചയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും ചർച്ചകളിൽ സജീവമാണ്. അതേസമയം അമേരിക്കയുമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെക്കുറിച്ച് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രസ്താവന പുറത്തിറക്കി. ഇസ്ലാമാബാദിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പ്രതിനിധി സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തിരക്കേറിയതും ദൈർഘ്യമേറിയതുമായ ഒരു ദിവസമായിരുന്നുവെന്നാണ് ഇസ്മായിൽ ബഹായി എക്സിൽ കുറിച്ചത്. പാകിസ്ഥാന്റെ സന്മനസ്സോടെയുള്ള ശ്രമങ്ങളുടെയും മധ്യസ്ഥതകളുടെയും ഫലമായി ശനിയാഴ്ച രാവിലെ ആരംഭിച്ച ചർച്ചകൾ ഇതുവരെ തടസ്സമില്ലാതെ തുടർന്നു. ഇരുപക്ഷവും തമ്മിൽ നിരവധി സന്ദേശങ്ങളും രേഖകളും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം കുറിച്ചു. മധ്യപൂർവ്വ ദേശത്തെ പിടിച്ചുലയ്ക്കുന്ന യുദ്ധത്തിന് അറുതി വരുത്തുക എന്നതാണ് ചർച്ചയുടെ പ്രധാന ലക്ഷ്യം. പ്രധാനമായി 4 കാര്യങ്ങളിലാണ് ധാരണയിലെത്താൻ ശ്രമിക്കുന്നത്. 6 ആഴ്ചയായി തുടരുന്ന നേരിട്ടുള്ള സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കുക, ലബനനിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ ഇടപെടൽ ഉറപ്പാക്കുക, ലോകത്തെ എണ്ണ വിതരണത്തെ ബാധിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുക, ആണവ, സാമ്പത്തിക, സൈനിക മേഖലയിലെ വിദഗ്ധരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ധാരണയായാൽ ഒരു സാങ്കേതിക കരാറിനും അന്തിമ രൂപം നൽകും. US-മായി കരാറിലെത്തുന്നതിൻ്റെ ഗൗരവം വ്യക്തമാക്കുന്നതാണ് ഈ തീരുമാനമെന്നാണ് ഇറാൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. സമാധാന കരാറിൽ ഇറാന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകണമെന്നത്. ഇക്കാര്യത്തിൽ US-ന്റെ സമ്മതം ലഭിച്ചതായിട്ടും ഇറാൻ അവകാശപ്പെടുന്നു. എന്നാൽ ഇക്കാര്യം US ഉദ്യോഗസ്ഥർ നിഷേധിക്കുകയും ചെയ്തു. ഇറാനുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായി 2 US യുദ്ധക്കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചതായി ട്രംപ് അവകാശപ്പെട്ടിരുന്നു. തന്ത്രപ്രധാനമായ ഈ ജലപാത മൈനുകൾ നീക്കി വൃത്തിയാക്കുന്ന നടപടികൾ അമേരിക്ക ആരംഭിച്ചുവെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. സംഘർഷത്തിൽ ഇറാൻ വൻതോതിൽ പരാജയപ്പെടുകയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതേസമയം ലോകത്തിലെ ക്രൂഡ് ഓയിലിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള കടൽ മൈനുകൾ ഇപ്പോഴും ഭീഷണിയാണെന്നും ട്രംപ് സമ്മതിച്ചു. കപ്പലുകൾ തങ്ങളുടെ കടൽ മൈനുകളിൽ ഇടിച്ചേക്കാം എന്ന ഭീഷണി മാത്രമാണ് ഇപ്പോൾ അവർക്ക് മുന്നിലുള്ളതെന്നും ട്രംപ് വ്യക്തമാക്കി.